ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോയത് കോഴിക്കോട് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടം കാണാനാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കയറ്റം പ്രശ്ന കുഴിയാന്നുള്ളതിന്റെ ഇതാണത് അല്ലേ? നമ്മളൊക്കെ ഓരോ കുഴി കുഴി പോലെ തന്നെ നിൽക്കണേ. ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം, ഒച്ചുണ്ടാക്കുന്നത്. ഇതാണ് കക്കയം ഉരക്കുഴി വെള്ളത്തോളം പേര്. ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി പാറയ്ക്ക് താഴോട്ട് ഉരുള് പോലെ പൊത്ത, അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളത്തിന് പേര് വരാൻ കാരണം. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽക്കൂടിയിൽ ആദ്യം വെള്ളം ഒഴുകുന്ന, ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാട പൊട്ടിക്കൂടിയെല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പോകുന്നത്. ഉദാഹരണം മാത്രമാണ് ആ താഴ്ഭാഗത്ത് അടുത്തുനിന്ന് വലത്തോട്ടെല്ലാം പതുപോലെ വരുന്നത്. പാറയുടെ മുകളിൽ കൂടെ അധികം വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ ആദ്യം വെള്ളം ഒഴുകുന്നു. ഇവിടെ പാറയുടെ പൊട്ടിക്കൂടെ പോയിട്ട് പല ഭാഗത്താണ് ഇത് പൊട്ടുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ ആൾ പോയി, കൂടെ വന്നയാൾ തിരിച്ചു പൊക്കുള്ളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്നു. പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ 5 മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാരിവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന ഇന്ദ്രിയങ്ങളെ വിദ്യാർത്ഥി സഖാവ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു, കേട്ടുകേൾപ്പി മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ പുഴയെല്ലാം കിടന്ന് കാട്ടിക്കൂടെ കയറിയ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണും. നമ്മളുടെ കക്കയവും ഉരക്കുഴിയും പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഒഴുകി പോകുന്നപ്പോൾ നിങ്ങൾ വരുമ്പോൾ കരിയാത്തുംപാറ തോണിക്കട വന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറയെക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് എത്താനൊക്കെയുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞൊരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കിയിരുന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. പാറയുടെ പൊട്ടിക്കൂടെയെല്ലാം വെള്ളം പോകുന്നത്. നമ്മൾ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരയിൽ, അതിരപ്പള്ളിയിലും പോവുകയാണെങ്കിൽ താഴ്ഭാഗത്ത് നിന്ന വെള്ളം മോളിങ് താഴോട്ട് പതിക്കുന്നതാണ്. പക്ഷേ ഇത് മോളിങ് താഴോട്ട് പതിക്കുന്ന കാണത്തില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടത്തിനുള്ള പേരും കൂടെ വരാൻ പോകും. ഈ തൂക്കുപാലം ഉണ്ടായിരുന്ന നമ്മൾ പാലത്തക്കര കൃത്യം ഇതിൻ്റെ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാമായിരുന്നു. പക്ഷേ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ടപ്പം നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. ആ അണക്കെട്ടിലെ വെള്ളം കാട്ടിലെ മഴവെള്ളം കൂടി പാലം മൂടി മരത്തിൻ്റെ 3/4 ഭാഗം ഉയരത്തിൽ ഇവിടെയുള്ള 3 ദിവസം അഗാധമായ വെള്ളക്കെട്ടാണ്. അതിൻ്റെ ഫലമായി തൂക്കുപാലം പൊട്ടിപ്പോയത്. പിന്നെയാണ് ആൾക്കാർക്ക് നിന്ന് കാണാൻ വേണ്ടി കമ്പികളിൽ ഉണ്ടാക്കി. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചായ പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായു വലിച്ചത് ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. 18 കിലോമീറ്റർ അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാത്ര ബാണാസുര സാഗർ. ബാണാസുര സാഗറിന് വെള്ളം തുറന്നിട്ടാൽ കക്ക അണക്കെട്ട് വരും. കക്ക അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നിട്ടാൽ പെരുണാമൂഴി അണക്കെട്ട്. ഉദ്ദേശം കാര്യം മനസ്സിലായത്? ഓക്കെ.